Good morning, students. Welcome back to my new class. In this class, we can prepare process account with normal loss and abnormal loss. Illustration 3 in our textbook. 1000 units of raw material were introduced to process 1 at rupees 20. Direct labor and other expenses were 5,000 and 3,000 respectively. അപ്പോൾ നമുക്ക് 1000 യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയൽ ആണ് പ്രോസസ് 1ലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രോസസ് 1 അക്കൗണ്ട് വരയ്ക്കുക, എന്നിട്ട് യൂണിറ്റ് കോളം എമൗണ്ട് കോളം നമ്മൾ കാണിക്കാം. അപ്പോൾ നമുക്കറിയാം 1000 യൂണിറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് കോളത്തിൽ 1000 കാണിക്കാം. അതുപോലെ തന്നെ എമൗണ്ട് കോളത്തിൽ നമുക്ക് അറ്റ് rupees 20 പെർ യൂണിറ്റ് ആണ്. അപ്പോൾ 1000 into 20 ദാറ്റ് ഈസ് 20,000. ഡയറക്റ്റ് ലേബർ 5,000, എക്സ്പെൻസസ് 3,000. എക്സ്പെൻസ് ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, നമുക്കറിയാം. നമ്മൾ എമൗണ്ടുകൾ കാണിച്ചു. It is estimated that 10% of the units introduced to the process are normally lost, which has a scrap value of rupees 10 per unit. ഇപ്പോൾ നമ്മളുടെ 1000 യൂണിറ്റിൽ 10% എന്താണ്? നോർമൽ ലോസ് ആണ്. അപ്പോൾ 1000ന്റെ 10% എന്ന് പറയുമ്പോൾ 100 യൂണിറ്റ് നോർമൽ ലോസ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിന് സ്ക്രാപ്പ് വാല്യൂ 10 രൂപ വെച്ചിട്ടുണ്ട്. അപ്പോൾ 100 into 10,000. ഇനി നമ്മളോട് പറയുന്നത് ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് ദി പ്രോസസ് വാസ് 850 യൂണിറ്റ്സ് ടു ബി ട്രാൻസ്ഫേർഡ് ടു പ്രോസസ് 2. പക്ഷേ ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര മാത്രമേ ഉള്ളൂ? 850 മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ട് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 100 യൂണിറ്റ് നമുക്ക് നോർമൽ ലോസ് ഉണ്ടായി അല്ലെ? 1000 യൂണിറ്റ് ആണ് ആകെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ നോർമൽ യൂണിറ്റ് ആണ് നമ്മളുടെ 100 യൂണിറ്റ് നമുക്ക് നോർമൽ ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര കാണണമായിരുന്നു? 900 കാണണമായിരുന്നു യൂണിറ്റ് അല്ലെ അടുത്ത പ്രോസസ്സിലേക്ക്. പക്ഷെ ഇവിടെ 850 കാണുന്നുള്ളൂ. എന്ന് വെച്ചാൽ ബാക്കി 50 എന്ന് പറയുന്നത് അബ്നോർമൽ ലോസ് ആണ്. ബാക്കി 50 അബ്നോർമൽ ലോസ് ആണ്. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം നമുക്ക്. എങ്ങനെയാണ് അബ്നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആദ്യം ഇൻപുട്ട് 1000 ആണ്. അതിൽ നിന്ന് നോർമൽ ലോസ് 100 മൈനസ് ചെയ്യുമ്പോൾ 900 ആണ് നോർമൽ ഔട്ട്പുട്ട് വരുന്നത്. മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് ഇപ്പൊ എത്രയേ ഉള്ളൂ? 850. അപ്പൊ ബാക്കി വരുന്നത് എന്താണ്? അബ്നോർമൽ ലോസ് ആണ്. ഇനി എങ്ങനെയാണ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക? എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുക? അബ്നോർമൽ ലോസിന്റെ വാല്യൂ കാണാനുള്ള ഫോർമുല ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. ടോട്ടൽ കോസ്റ്റ് മൈനസ്, അപ്പോൾ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യുക. കാരണം അത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. മൊത്തം കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് സ്ക്രാപ്പ് വാല്യൂവിനെ മൈനസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ്. അപ്പോൾ ടോട്ടൽ അടുത്തതായിട്ട് നമ്മൾ വാല്യൂ ഓഫ് യൂണിറ്റ് ട്രാൻസ്ഫർ ടു പ്രോസസ് 2 അക്കൗണ്ട്. പ്രോസസ് 2 അക്കൗണ്ടിലേക്ക് എത്ര വാല്യൂ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു ആക്ച്വൽ ഔട്ട്പുട്ട്. അത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എത്രയാണ് പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കിട്ടുക. അപ്പോൾ ഇവിടെ 28,000 ആണ് ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ 1000, നോർമൽ ഔട്ട്പുട്ട് 900 ഇൻറ്റു 850 നമ്മളുടെ ആക്ച്വൽ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് 25,500 ആണ് കിട്ടുക. അപ്പോൾ ആ എമൗണ്ട് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. 850 യൂണിറ്റ് ആണ് നോർമൽ ഔട്ട്പുട്ട് വരുന്നത്, ആക്ച്വൽ ഔട്ട്പുട്ട് വരുന്നത്. അതിൻ്റെ കോസ്റ്റ് കാണാനാണ് നമ്മൾ ആ ഫോർമുല ഉപയോഗിച്ചത്. ഒന്നും കൂടി പറയാം. 28,000 മൈനസ് 1000 ഡിവൈഡ് ബൈ 900 ഇൻറ്റു 850. അപ്പോൾ നമുക്ക് 25,500 കിട്ടി. അങ്ങനെ നമ്മൾ പ്രോസസ് 1 അക്കൗണ്ട് പ്രോസസ് 2ലേക്ക് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്തു അല്ലേ? അപ്പം ഇവിടെ അബ്നോർമൽ ലോസ് എങ്ങനെയാണ് 1500 കിട്ടിയത് നമുക്ക് മനസ്സിലായി. പ്രോസസ് 2 അക്കൗണ്ടിലേക്ക് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്കറിയാം പ്രോസസ് 1 അക്കൗണ്ടിൽ ബൈ നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ട് 100ഉം 1000ഉം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത് ഇവിടെ വരുമ്പോൾ എന്തായി? ഡെബിറ്റ് ആയി അല്ലേ? ടു പ്രോസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ആ എമൗണ്ട് ക്യാഷ് ആയിട്ട് കാണിച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ നമുക്കറിയാം ഇവിടെ ബൈ അബ്നോർമൽ ലോസ് 50,500 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ ടു പ്രോസസ് 1 അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 50,500 കാണിച്ചു. അതിൽ 50 യൂണിറ്റ്സ് ആണ് സ്ക്രാപ്പ് അല്ലേ? 50 യൂണിറ്റ്സ് ആണ് അബ്നോർമൽ ലോസ് ഉള്ളത്. അപ്പോൾ 50 into 10 അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ 500. ബാക്കി വരുന്നു ഒരു 1000 rupees. അത് നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അബ്നോർമൽ ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാം.